കൊല്ലാൻ കൊണ്ടുപോയിന് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പൊ നമ്മൾ പിന്നെയും ഒരു ചലഞ്ച് വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. ഇന്നത്തെ ചലഞ്ച് അറിയാം, നമുക്ക് കമന്റ് ചെയ്തോരാൾ കമന്റ് ചെയ്തൊരു ചലഞ്ചാണ്. ചലഞ്ചിന്റെ പേര് എന്താണെന്ന് വെച്ചാൽ ഹാൻഡ് ഗ്യാഗ് സിംഗിങ് ചലഞ്ച് എന്ന് വെച്ചാൽ ചലഞ്ച് എങ്ങനെയാണെന്ന് വെച്ചാൽ എന്തൊക്കെയാ ഞാൻ പറയുന്നത്. അപ്പൊ എങ്ങനെയാ ചലഞ്ച് ഇനി നമുക്ക് ഉദാഹരണമായിട്ട് എടുക്കാം. ശ്രീകുട്ടീന്റെ ഇപ്പൊ ഞാൻ വാവ എന്ത് ചെയ്യും, അല്ല ഞാൻ ശ്രീകുട്ടിക്ക് ഒരു പാട്ട് പറഞ്ഞു കൊടുക്കും. എന്നിട്ട് ഓളവാ സീക്രട്ട് അല്ലെങ്കിൽ ചലഞ്ചിന് വാ പൊത്തിയിടിച്ചില്ല, അതേപോലെ ഓളെ വാ ഞങ്ങനെ പൊട്ടിപ്പിടിക്കും. ഇപ്പൊ എന്ത് ചെയ്യണം, ആ പാട്ട് പാടാൻ ശ്രമിക്കുക. അപ്പൊ എന്നിട്ട് ഇബക്ക് മനസ്സിലാക്കി കൊടുക്കുക. ആ പാട്ട് ഇബള് ഇങ്ങനെ പറയും. അപ്പൊ വെറുതെ ഒരു പാട്ട് ഞാൻ വേണമെങ്കിൽ പറഞ്ഞു കൊടുക്കാം. ഇപ്പൊ ഹരിമുരളീനെ പാടി നമുക്ക് പറഞ്ഞു കൊടുത്തായിരിക്കാം. ഇവളെന്താ ഇതേപോലെ പാടും. അപ്പൊ വാവയ്ക്ക് മനസ്സിലാവുണ്ടോ? വാവ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാവയ്ക്കൊരു പോയിന്റ്. ഇനി മാവ പറഞ്ഞിട്ട് ഇതെങ്കിൽ ആ പാട്ട് പറഞ്ഞു കൊടുത്ത എനിക്കാണ് പോയിന്റ്. എപ്പോഴും ഇങ്ങനെ പരീക്ഷണ ആൾക്കാർക്ക് പോയിന്റ് ഉണ്ടാവൂല. അതെ, അപ്പൊ ഏറ്റവും കൂടുതൽ പോയിന്റ് ആർക്കാണോ ഓരാണ് എന്നത്തെ പോലെ നമ്മളെ ചലഞ്ചിലെ വിന്നർ. അവർക്ക് നമ്മള് ലാസ്റ്റ് ഗിഫ്റ്റ് കൊടുക്കുന്നതായിരിക്കും. ഇനി പരീക്ഷണ വസ്തുക്കൾ നമ്മൾ മാറ്റാൻ ഉദ്ദേശിക്കുന്നില്ല. അപ്പൊ guys നമുക്ക് നേരെ ചലഞ്ചിലേക്ക് പോകാം. ലെറ്റ്സ് സ്റ്റാർട്ട്. ഫസ്റ്റ് റൗണ്ട് അല്ല, ഇതിൽ ആദ്യം ഞാനാണ് പറഞ്ഞു കൊടുക്കാന്. അപ്പൊ ഞാൻ ശ്രീകുട്ടിക്ക് പറഞ്ഞു കൊടുക്കും പാട്ട് ഏതാണ്. എന്നിട്ട് ശ്രീകുട്ടി എന്തേ വാവയ്ക്ക് അത് പറഞ്ഞു കൊടുക്കും. അപ്പൊ വാവയ്ക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ വാവയ്ക്ക് പോയിന്റ് ഇട്ട് വാവേന്റെ മുമ്പിലാണ് ഓക്ക് പറഞ്ഞു കൊടുക്കാൻ പോലെ. അതൊക്കെ അങ്ങനെയാണ്. അപ്പൊ ഞാൻ ശ്രീകുട്ടി പറഞ്ഞു കൊടുക്കാൻ പോലെ. ശരിക്ക് പത്തട്ടെ. ഇത് ശരിയാവില്ല. ഞാൻ വാവയ്ക്ക് ഞാൻ ചെയ്തു പാട്ട് പറഞ്ഞു കൊടുക്കും. അപ്പൊ വാവ ഞാൻ പറയണം, ശ്രീകുട്ടിക്ക് പറഞ്ഞു കൊടുക്കണം. ഓക്കെ, വാവയ്ക്ക് പറഞ്ഞു ഇങ്ങോട്ട് വാടി ശ്രീകുട്ടി. ഞാൻ പറയുമ്പോ പറഞ്ഞെടുത്താ മതിട്ടാ. ഇല്ല പറയാ ഇത് പാടണ നോക്ക് മനസ്സിലായി, എനിക്ക് മനസ്സിലായല്ലോ. ഒരു മിനിറ്റ് ഞാൻ പറയൂ. കുട്ടി എത്ര കഷ്ടപ്പെട്ട പാട്ട് ഏതാന്ന് അറിയില്ല. അപ്പൊ നമുക്ക് വാവേനോട് തന്നെ വാവ പാട്ട് പാടി കൊടുക്കും. ഗൈസ് അടുത്തതായിട്ട് ശ്രീകുട്ടിയാണ് പാട്ട് പറഞ്ഞു കൊടുക്കാനുള്ളത്. ശ്രീകുട്ടി എന്ത് ചെയ്യും, വാവയ്ക്കാണ് പാട്ട് പറഞ്ഞു കൊടുക്കാൻ പോകുന്നത്. മൈക്ക് കൂടെ കേൾക്കൂല പൊറത്തിയെ. ആ ഒത്തണിയേ ഒന്നും കൂടെ എന്നിട്ട്
ഗൈസ് പാട്ട് ഏതാണ്? ഏഴിമല പൂഞ്ചോല മാവലയ്ക്ക് ശ്രീകുട്ടി വാവയ്ക്ക് പാട്ട് പറഞ്ഞു കൊടുത്തിട്ട് വാവ അതിക്ക് പറഞ്ഞന്ന് എനിക്ക് ആ പാട്ട് ഏതാന്ന് കിട്ടിയിട്ടുണ്ടെങ്കിൽ ശ്രീകുട്ടി ഗൈസ് ഇപ്പൊ സ്കോർ നില വാവയ്ക്ക് ഒരു പോയിന്റ്, എനിക്കൊരു പോയിന്റ്, ശ്രീകുട്ടിക്ക് പൂജ്യം. ഞങ്ങൾക്ക് ശ്രീകുട്ടി പാട്ട് പറഞ്ഞു തരും. ഞാൻ വെച്ച് കാണൊക്കെ പാടി പാട്ട് ഏതെന്നറിയ? തട്ടത്തില് തക്കത്തില് പുറത്തേക്ക് യാത്ര പറഞ്ഞെടുത്തതിന് മനസ്സിലാവണേ, ബുദ്ധിയില്ല, മനസ്സിലായില്ലേ? തട്ടത്തിലും വാസികരം അയ്യോ ഓനെ ആ ഒട്ടി വെച്ചാ പിന്നെ ഓക്ക് പാടുന്നു തരാം. ഗൈസ് പാട്ട് ഏതാ നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ നമ്മുടെ ശ്രീശ്രീ എന്താ വേണ്ട ശ്രീമതിഹാര നിങ്ങൾക്ക് വേണ്ടി 4 വരികൾ ആലപിക്കുന്നതാണ്. പാടൂ. തട്ടത്തില് തട്ടത്തില് തന്നിട്ടു പോയതല്ലേ ഞാൻ തട്ടത്തില് അതെ 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 തന്നിട്ടു പോയതല്ലേ സാരമില്ല. സ്കോർ നില 1-1-1. മൂന്നാൾ സമനിലയിൽ നിൽക്കാണ്. ഇനി വാവയാണ് ഗൈസ് നമുക്ക് പാട്ട് പറഞ്ഞിട്ടാണ്. വാവ ആദ്യക്ക് പറഞ്ഞൊരു പാട്ട്, എന്നിട്ട് പിന്നെ ശ്രീകുട്ടിക്ക് പറഞ്ഞെടുക്കും. ശ്രീകുട്ടിക്ക് പറഞ്ഞോടുക്കേ, അല്ല ശ്രീകുട്ടി പാട്ട് പറഞ്ഞെടുക്കും. പാട്ട് പാടിക്കൊടുക്കും. ആ പാടി കൊടുക്കും. ഓള് ചെവിയിലിരുന്ന് കാണുമ്പോഴത്തെ പൊന്നും തേരുമായ അപ്പൊ ഗൈസ് ശ്രീകുടി പാട്ട് കിട്ടിയിട്ടില്ല. ഇനി ശ്രീബാവ ബാവ ശ്രീകുട്ടിക്ക് ഈ പാട്ടാണ് ഞാൻ ശ്രീകുടിക്ക് പറഞ്ഞെടുത്ത് ശ്രീകുടി കിട്ടിയില്ല. മതി നിർത്തി. അപ്പൊ ഗൈസ് ഇനി ശ്രീകുട്ടിക്കാണ് വാവ പാട്ട് പറഞ്ഞു കൊടുക്കാനുള്ളത്. ഗൈസ് ഇപ്പത്തെ സ്കോർ നില 2-1-1. ചെമ്പരത്തി കമ്മലിട്ട് അതായിരുന്നു പാട്ട് പറഞ്ഞെടുക്കും. കാല
അപ്പൊ ഗൈസ് ഇപ്പൊ സമനില എനിക്കും അവർക്ക് 2 പോയിന്റ്, ശ്രീകുടിക്ക് 1 പോയിന്റ് ആണ്. അപ്പൊ ലാസ്റ്റ് ആയിട്ട് നമ്മളൊരു ഫൈനൽ റൗണ്ട് ഗൈസ്, അതാണ് നമ്മൾ ഉദ്ദേശിച്ചത്. ഒരു ഫൈനൽ റൗണ്ട് എടുത്ത് എന്ന് വെച്ചാൽ ഞാൻ ശ്രീകുട്ടിക്ക് ഒരു പാട്ട് പറഞ്ഞു കൊടുക്കും. അപ്പൊ ശ്രീകുട്ടി അത് പറഞ്ഞിട്ട് വാവയ്ക്ക് കിട്ടിയിട്ട് ഉണ്ടെങ്കിൽ വാവയ്ക്ക് 1 പോയിന്റ്, ഒക്കെ കിട്ടിയിട്ട് എനിക്ക് 1 പോയിന്റ്. അപ്പൊ നമ്മളെ മത്സരം അവിടെ അവസാനിക്കും. അപ്പൊ ഞാൻ ശ്രീകുട്ടിക്ക് പാട്ട് പറഞ്ഞു കൊടുക്കാൻ പോവാണ്. ശ്വാസം തുടങ്ങിയ പറയണ അപ്പൊ ബാവയ്ക്ക് പാട്ട് കിട്ടി. ചില വയാണ്ട് മറ്റേ ബാബു ഉത്തരം പറഞ്ഞു. അപ്പൊ മതി. അപ്പൊ ഈ ഗെയിമില് ഈ ചലഞ്ചിന് ബാവയുടെ വിന്നറ്. അപ്പൊ ഗൈസ് നിങ്ങൾ കമന്റ് ചെയ്ത ഒരു ചലഞ്ചാണ് കേട്ടോ നമ്മൾ ഇപ്രാവശ്യം ചെയ്തത്. നിങ്ങൾ കമന്റ് ചെയ്യുന്ന ചലഞ്ചസ് ഒക്കെ നമ്മൾ ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് സമ്മാനദാരാണ്. അപ്പൊ ഗൈസ് നമ്മൾ ബാവയ്ക്ക് സമ്മാനം കൊടുക്കാൻ പോണേ, ഗിഫ്റ്റ് കൊടുക്കാൻ പോയി. ഡാർക്ക് ഫാൻസിയാണ് കൊടുക്കാൻ പോണേ ഗൈസ്. നട്സിന്റെ ചോക്കോ നട്സിൽ ബിസ്ക്കറ്റിന്റെ അവസ്ഥ പരിതാപകരാണ്. ഇത്രയുള്ള വീഡിയോ. അപ്പൊ എല്ലായ്പ്പോഴും പറയുന്ന പോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക, അതേപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, എന്നിട്ട് ബെല്ലൈക്കൺ ഓൾ ക്ലിക്ക് ചെയ്താൽ ഞങ്ങളുടെ പുതിയ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും. അപ്പൊ ബൈ.